അതായത് മനസ്സിന്റെ ഒരു അവസാനമാണ്, മനസ്സിന്റെ അതിരാണ് അഹംഭാവം എന്നാണ്. ആ മനസ്സിന്റെ അതിരായിട്ടുള്ള അഹംഭാവത്തിന്റെ സമർപ്പണമാണ് ഭക്തി. ആ അഹം എന്ന അതെവിടെയാണോ സമർപ്പിക്കപ്പെടുന്നത്, ആ ഒരു സമർപ്പണമാണ് ഭക്തി. ആ ഭക്തിയാണ് സത്യത്തെ അറിയാനുള്ള ആദ്യ കാൽവെപ്പ്. അത് ഒന്നാം പടിയാണത്. ആ രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നാരദര് പറയാൻ പോകുന്നത്. അപ്പൊ പറഞ്ഞു വന്നത്, ഞാനെന്നും എന്റേതെന്നും, ഇതില്ലാതെ ആരാണോ ജീവിക്കുന്നത്, അപ്പൊ ഞാനെന്നും എന്റേതെന്നും ഇത് സത്യമാണോ എന്ന് ചോദിച്ചാലോ സത്യമല്ല. വാസ്തവത്തിൽ നമ്മുടേതല്ല ഒന്നും തന്നെ. അതിപ്പോ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ വസ്തുവകകളുടെ കാര്യത്തിലാണെങ്കിലും ഏതിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇതൊന്നും നമ്മുടേതല്ല. ഇതൊന്നും നമ്മുടേതല്ല എന്നുള്ളത് ഒരു സത്യമാണ്. വലിയ സത്യമാണോ? അല്ല, ലളിതമായ സത്യമാണ്. ഈ ലളിതമായ സത്യം നമുക്ക് അങ്ങോട്ട് ഉറപ്പായി കഴിഞ്ഞാലോ പിന്നെ ജീവിതത്തിനുണ്ടാകുന്ന ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം ആസ്വദിക്കുന്നവനാണ് സന്യാസി. അതല്ല, ആശ്രമമുണ്ട്, ആ ആശ്രമത്തിന്റെ മഠാധിപതിയാണ്, ഈ പറഞ്ഞതൊക്കെ എന്റേതാണ് എന്ന് കരുതുന്നുവെങ്കിൽ സന്യാസി പോലും സന്യാസത്തെ അനുഭവിക്കുന്നില്ല എന്നാണ് ഉത്തരം. അതുകൊണ്ട് ഒരു മാനസികാവസ്ഥയാണ് സന്യാസം എന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു മനസ്സിന്റെ അവസ്ഥയാണ്, ഒരു യാഥാർത്ഥ്യത്തെ സ്വീകരിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ഇനി നമുക്ക് നാരദ